പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ കടയം അല്ലേ, കടയത്തിലെ വാടക്കണ്ണൂർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കട്ട നിർമ്മാണ കമ്പനിയിലാണ്. ഇവിടെ കട്ട മാത്രമല്ല, തറയോട്, പവർ ബ്ലോക്ക്, പിന്നെ കൂളിംഗ് ടൈൽസ് ഇതെല്ലാം ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ഇവർ തരുന്നതാണ്. LTMS ഫാക്ടറി. അപ്പോൾ നമുക്ക് ഇതെല്ലാം കേരളത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സതീഷ് നമ്മുടെ സുഹൃത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓണർ ഇച്ചിരി ബിസിയാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പം അദ്ദേഹത്തെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ആദ്യം നിൽക്കുന്നത് ഹോളോ ബ്ലോക്കിൻ്റെ ഏരിയയിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാം. സതീഷ്, ഇത് 4 ഇഞ്ച് കട്ട അല്ലേ? ഇതിൻ്റെ വില 17 രൂപയാണ്. 4 ഇഞ്ച് ഹോളോ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. പിന്നെ തൊട്ടടുത്ത് തന്നെ 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്ലോക്ക് ഉണ്ട്. അത് 23.50. അപ്പം ഇതാണ് ഇവിടുത്തെ വില. ഇതെല്ലാം ഇവിടെ തന്നെ ഇവർ നിർമ്മിക്കുന്നതാണ്, എടുത്തുകൊണ്ട് വരുന്നതല്ല. പിന്നെ ഇത് അതായത് ഇവിടുത്തെ മിക്സിംഗ് പ്ലാന്റ് ആണ് കല്ലൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ മെറ്റലും ചിപ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഡെയിലി ഒരു നാളൊക്കെ എவ்வளோ കല്ല് പോകും സൊല്യൂഷൻ കീഴിൽ? ഒരു നാളെ 2000 കല്ല് താണ്ടി വെളിയിൽ പോകും. കേരളത്തിലോട്ട് പോകുന്നത്? കേരളം പോകും. ദിവസം 2000 കല്ലാണ് ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നത്. ഈ ഹോളോ ബ്ലോക്ക് മട്ടുമാതാ മൊത്തത്തിലാ? കാർബാരിങ് ടൈൽസ്, അടുത്ത് ഫേവർ ബ്ലോക്ക് എല്ലാം കൂടെ 2000 കല്ല് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് തമിഴ്നാട്ടിലെ സൈഡ്, തമിഴ്നാടിന്റെ സൈഡ്. അപ്പോൾ ഇവിടുന്ന് ദിവസം 2000 കല്ല് പുറത്തോട്ട് പോകുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് കൂടുതലും പോകുന്നത്, കേരളത്തിലോട്ടും പോകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പവർ ബ്ലോക്ക് ഇവിടെ എന്നത് ഇതുള്ള കാർ പാർക്കിംഗ് ടൈൽസ്. അപ്പോൾ നമുക്കിനി കാർ പാർക്കിംഗ് ടൈൽസ് കാണാം. നമ്മളിപ്പോൾ ഹോളോ ബ്ലോക്ക് കണ്ടു, കാർ പാർക്കിംഗ് ടൈൽസിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. രാമേശ്വരം അല്ലേ? 10,000 വണ്ടി കാണിക്കും. അപ്പോൾ നമ്മുടെ രാമേശ്വരത്ത് നിന്ന് ഒരു 12 വീല് വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് ഇവിടെ കല്ല് കൊണ്ടുപോകാൻ. 10,000 കല്ല് കൊണ്ടുപോകും. 10,000 കല്ല് കൊണ്ടുപോകാൻ വേണ്ടി വന്ന് കിടക്കുന്ന വണ്ടിയാണ് രാമേശ്വരത്ത് നിന്ന്. രാമനാട് അല്ലേ? രാമനാട് വെച്ചാൽ രാമേശ്വരം പക്കത്തുള്ളതാ, അല്ല രാമേശ്വരത്തിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ പവർ ബ്ലോക്കാണ് ഇത്. 4-5 ഡിസൈൻ, കുറേ ഡിസൈൻ നമുക്ക് കാണാം. ഇതൊരു കല്ലിന് എത്ര സ്ക്വയർ ഫീറ്റ് റേറ്റ്? 45 രൂപയാണ് സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ്. ഇവർ വന്ന് സെറ്റ് ചെയ്ത് തരുന്നതിന് 60. അപ്പോൾ കേരളത്തിലാകുമ്പോൾ റേറ്റ് కొంచెం മാറും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 45 കൊടുക്കുന്നത്. ഇതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് വരുന്നുണ്ട്, വേറെ 2-3 കളറും കൂടെ വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണിക്കാം. കേരള സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കേരള ടൈൽസ്. അപ്പോൾ കേരള ടൈൽസ് ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് കേരളത്തിലോട്ട് ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നത് ഈ ഒരു ടൈൽസാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് കേരള ടൈൽസ് എന്ന് ഇവിടെ പറയുന്നത് തന്നെ. ഏതാ കേരള ടൈൽസ്? എൻ്റെ ഫ്രണ്ട് ബാക്ക് അല്ലേ? ഫ്രണ്ട്. ഇതാണ് കേരള ടൈൽസ്. വേറൊരു മോഡലും കൂടെ ഉണ്ട്. ഇതെല്ലാം മോഡലുകളാണ്. പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെ അവർ ഡിസൈൻ മാറ്റിത്തരും ഇല്ലേ? നമുക്ക് എന്താ ഡിസൈൻ കൊഞ്ചം ചേഞ്ച് ഒക്കെ വേണമെങ്കിൽ മാറ്റി തരുമോ? അവർ ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഡിസൈന്, കളറ് അതൊക്കെ രീതിയിൽ മാറ്റിത്തരും. ഇതൊക്കെ അത്യാവശ്യം നാച്ചുറൽ ലുക്ക് വരുന്ന ഒരു സാധനം അല്ലേ? നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പോളിഷ് വരും. അതിന് വേണ്ടി പോളിഷും കൂടെ വരും. പിന്നെ അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്ത് എന്തോ ഉള്ളത്? അടുത്ത് പാർക്കിംഗ് ടൈൽസ്. നമുക്ക് പാർക്കിംഗ് ടൈൽസ് കാണാം. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെ തന്നെ നിർമ്മിക്കുന്നത്. ഇവിടെ പ്ലാന്റിൽ തൊഴിലാളികളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് റേറ്റ് നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ലാഭകരമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓണറിൻ്റെ നമ്പർ തരാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഓണർ അമ്മയാണ്, ലേഡിയാണ് ഇവിടുത്തെ. ഈ പോളിഷ് അടിച്ചല്ലേ? പോളിഷ് അടിച്ചല്ലേ? അപ്പോൾ ഇതാണ് സതീഷ റോയൽ മോഡൽ. ഇത് എന്താ സ്റ്റോൺ? പാർക്കിംഗ് കല്ല് അല്ലേ? ഇത് 1x1 സൈസ് പാർക്കിംഗ് കല്ല്. അതായത് നമ്മുടെ അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട്. നമ്മുടെ പാർക്കിംഗ് ഏരിയയിലും പിന്നെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള കല്ലാണ്. അതിനാണ് പാർക്കിംഗ് കല്ലെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം സ്ട്രോങ് കൂടാണ്. ഇത് വണ്ടിയൊന്നും കയറി അങ്ങനെ പൊട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ പാർക്കിംഗ് കല്ലെന്ന് വിളിക്കുന്നത്. പിന്നെ അത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു മോഡൽ. ഇതിൻ്റെ റേറ്റ് 24 രൂപ. 1x1 ആണ് സൈസ്, 24 രൂപ. പിന്നെ എല്ലാം 1x1 ആണ്. ഇവിടെ ഇരിക്കുന്ന സൈസ് എല്ലാം 1x1 ആണ്. മോഡൽ മോഡൽ ഒരുപാടുണ്ട് അല്ലേ? എത്ര മോഡൽ കാണും? മോഡൽ 10-20 മോഡലുകൾ ഇവിടെ ലഭ്യമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഡിസൈനൊക്കെ മാറ്റി എടുക്കാം. അത് ഇവിടുത്തെ അവർ സംസാരിച്ചാൽ മതി. പിന്നെ ഇത് ഓവർക്ക് പേരുണ്ട്. ഇതെല്ലാം പല പല ഡിസൈനിൽ, സെയിം സൈസാണ് പക്ഷെ പല പല ഡിസൈനിൽ വെച്ചിരിക്കുക.
മാത്രമല്ല കളറും മാറ്റി തരും കേട്ടോ. ഇവിടെ മഞ്ഞയൊക്കെ ഉണ്ട്. അതാണ് അദ്ദേഹം പല പല മോഡലുകൾ എടുത്ത് നമുക്ക് ഡിസ്പ്ലേക്ക് വയ്ക്കുന്നുണ്ട്. നാലെണ്ണം വരുമ്പോഴാണ് ഒരു ഡിസൈൻ ഫോം ആവുന്നത്. അതാ കാണിക്കുന്നത് അദ്ദേഹം. മോഡൽ വേറെ മോഡൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ പാർക്കിംഗ് കല്ലൊക്കെ കണ്ടു. ഇനി നമുക്ക് കൂളിംഗ് ടൈൽസ്. അതായത് നമ്മൾ വീടിന്റെ റൂഫിനൊക്കെ ഇടുന്നതാണ്. അത് നോക്കിയിട്ട് വരാം അല്ലേ സതീഷ്? അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് കൂളിംഗ് കല്ല് അല്ലേ? കൂളിംഗ്. ഇത് വന്നിട്ട് നമ്മുടെ റൂഫിൽ മച്ചിലൊട്ടിക്കുന്നത് അല്ലേ? മാടിന്ന് വെച്ചാൽ റൂഫിൽ. ഇതില് വെയില് പത്താത്. ഇത് വെയില് വന്ന് കൂളിംഗ് ആയിരിക്കും അല്ലേ? അപ്പൊ അത് നമ്മുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കല്ലാണിത്. അപ്പോൾ ഇതിന് എത്ര പ്രൈസ്? 12 രൂപ. 12 രൂപ. നമ്മുടെ നാട്ടിൽ അത്ര ഫെമിലിയർ അല്ല. നമ്മുടെ നാട്ടിൽ സാധനം അങ്ങനെ അധികം വലുതായിട്ട് കണ്ടിട്ടില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അധികം വലുതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനമൊക്കെ നമുക്ക് നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ചൂട് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. AC ഒന്നും ആവശ്യം വരുന്നില്ല. നല്ല കൂളിംഗ് ആയിരിക്കും. എത്ര ചൂടാണെങ്കിലും പുറത്ത് എത്ര ചൂടാണെങ്കിലും നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പോൾ അതാണ് കൂളിംഗ് കല്ല്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടോളൂ. ഇതാണ് കൂളിംഗ് കല്ല്. 12 രൂപയാണ് ഒരു പീസിന്റെ വില അല്ലേ? ഒരു പീസ് 12 രൂപയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഇത്രയും നല്ല സെയിലുള്ളൊരു മോഡലാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് സെയിൽ ജാസ്തി ഇല്ല. കാരണം ഇവിടെ ഒരുപാട് ഇത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. மிக்சிங் கிரைண்டரு. இதில் தான் நாங்கள் ஒயிட் டைல் தயாரிக்கக்கூடிய அந்த ஒயிட் கலர் ஆகக்கூடிய அந்த ஒயிட் சிமெண்ட்டு, ஜல்லி, ஒயிட் பவுட்ரு, 1 கிளாஸ் கெமிக்கல் குயிக் செட்டிங்காக தயாரிக்கிற அந்த கிரைண்டர் தான் மிக்சிங் கலவை. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല. എല്ലാം ഇവിടെ തന്നെ മിക്സ് ചെയ്ത് മോൾഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇത് മോൾഡ് അല്ലേ? ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ ഈ കല്ല് നല്ല ഞാൻ കയ്യിലൊക്കെ എടുത്ത് നോക്കി. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിത് അധികം ഞാൻ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത് അത്യാവശ്യം കയ്യിൽ തൊടുമ്പോൾ തന്നെ ഞാൻ എന്നെ കണ്ടില്ല, ഉയർത്ത് നിൽക്കുക. അത്രയും ചൂടുണ്ട്. എന്നിട്ട് നമ്മളത് കയ്യിലെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ്. നമ്മൾ സാധാ ടൈൽസ് കണക്കല്ല, അതിന് കൂടുതൽ തണുപ്പും ലഭിക്കുന്നുണ്ട് ആ സാധനം. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഇനി വീടൊക്കെ പണിയുമ്പോൾ അതൊക്കെ ഇനി ഉപയോഗിക്കാൻ സാധിക്കും. കാരണം 12 രൂപയാണ് ഒരു പീസ്. നമുക്ക് മെയിൻ ഹാള് ഭാഗത്തോ പത്രത്തിലൊക്കെ ഏരിയയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൂളിംഗ് ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്തവണ സെയിൽ ആവില്ലല്ലോ. അത് പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ ഇത്രയും സെയിൽ എന്തായാലും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരും അല്ലേ? വാട്ടർ സെക്ഷൻ. ഈ സാധനം കവർ ബ്ലോക്ക്. ഇതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീട് പണിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അതായത് കോൺക്രീറ്റിൻ്റെ മേളിൽ കമ്പി വരില്ലേ, ആ കമ്പിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോക്കാണ് പവർ ബ്ലോക്ക് അല്ലേ? ഇതിന് എത്ര വില വരുന്ന പ്രൈസ്? ബാച്ച് 100 രൂപ. ഒരു ബോക്സ് 100 രൂപ. ഒരു ബോക്സിൽ എത്രയുണ്ട്? 100 രൂപ. ഒരെണ്ണത്തിന് 1 രൂപ. വേണമെങ്കിൽ വാങ്ങിച്ചോ. നാട്ടിൽ കോൺട്രാക്ടർമാരെ കൊണ്ട് വേണം വാങ്ങിച്ചു വെച്ചോ, ആവശ്യം വരും.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഇരുട്ടാന്ന് തോന്നുന്നു. സതീഷ ലൈറ്റ് എന്നിട്ടാ இது ஒவ்வொரு வித்தியாசமா இருக்கும் ரேட் வந்து. ഇതെന്താ സാധനം? ഇത് ഡിസൈനോ? ஒவ்வொரு டிசைனிங் இது, ஒவ்வொரு டிசைனுக்கும் ஒவ்வொரு ரேட்டு வித்தியாசமா ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം അന്യം നിന്ന് വരുവാണ് ഈ സാധനമൊക്കെ. പണ്ടൊക്കെ എല്ലാ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇവരിത് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ വീടുകൾക്കും. எல்லாமே கொடுக்கும். நம்ம കേരളത്തിൽ ഇത് ഇപ്പൊ വന്ന് കമ്മി, മുന്നാടി ഇരുന്ന് നിറയെ. തമിഴ്നാട്ടിലെ ഇപ്പൊ കൊഞ്ചം ഇത്. പക്ഷെ ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പല പല ഇതിനൊക്കെ എങ്ങനെ ഡിസൈനൊക്കെ പ്രൈസാ? ഡിസൈനൊക്കെ പ്രൈസ് ഒവ്വൊരു ഡിസൈനും ഒവ്വൊരു പ്രൈസ്. ഓരോ ഡിസൈനും ഓരോ വിലയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ റേറ്റ് தெரியுமா സതീഷ? റേറ്റ് ഇത് കമ്മി தான். അപ്പടിയാ? അപ്പോൾ അതിന്റെ ഓണർ അമ്മ ഇച്ചിരി ബിസിയാണ്, അപ്പോൾ അവര് കണ്ടിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ തിരക്കാം. பீம் தாங்கி பில்லருக்கு இதில் வைப்பாங்களே, பெருசு சிறுசு ரெண்டு அது வித்தியாசமாக இருக்கும். എന്ത് സാധനം അറിയാവോ? பீமில் பில்லரில் போய் வைப்பாங்க. പില്ലറില് பில்லர் ഷേപ്പിൽ எப்படி வருதா? അപ്പോൾ തൂണിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ഇരിക്കുന്നതല്ലേ, ഇതാണ് സാധനം. ഇതങ്ങോട്ട് വെച്ച് ഇത് വെച്ച് ഒട്ടിക്കുമല്ലേ ഇപ്പടിയാ? ஒட்டிக்கிறோம். തൂണിൽ വരുന്ന ഡിസൈനാണിത്. അപ്പോൾ നമ്മൾ LTMSലെ വിശേഷങ്ങളൊക്കെ കണ്ടു. നിങ്ങൾക്ക് ഇവിടുത്തെ കട്ടകളും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓണറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ ഇത്ര നേരം സതീഷ് നമ്മളോട് ഉണ്ടായിരുന്നു, എനർജി ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. ഓണർ ഇപ്പം കുറച്ച് ബിസിയാണ്, പുറത്ത് പോയെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു വന്ന ടൈമിൽ, എന്തോ തിരക്കായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ്, നിങ്ങൾക്ക് LTMSൻ്റെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വേണമെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് ഉള്ള പുതിയ വീഡിയോകളുമായിട്ട് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി.